മുൻ മന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ. വിടവാങ്ങിയത് ലീഗിനെ വടക്കൻ കേരളത്തിന് പുറത്തേക്ക് വളർത്തിയ ജനകീയ നേതാവ്. ശബരിമല സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ വൻ ഗൂഢാലോചനയെന്ന ഹൈക്കോടതിയിലെ SIT. മറ്റ് സ്വർണ്ണപ്പാളികളിലെ സ്വർണവും തട്ടിയെടുക്കാൻ പദ്ധതി തയ്യാറാക്കി. തെളിവ് നശിപ്പിക്കാൻ പ്രതികൾ ബംഗളൂരുവിൽ കൂടിക്കാഴ്ച നടത്തിയെന്നും SIT. ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് അന്വേഷണ സംഘം. നടൻ വിജയ്ക്ക് CBIയുടെ സമൻസ്. കരൂർ ദുരന്തം അന്വേഷിക്കുന്ന സംഘത്തിന് മുൻപാകെ ഈ മാസം 12-ന് ഹാജരാകണം. ദുരന്തത്തിന് വഴിവെച്ച കാരണങ്ങളടക്കം അന്വേഷണ പരിധിയിൽ. രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നറിയിപ്പുമായി കത്തോലിക്ക സഭ. ക്രൈസ്തവ സമുദായത്തോടുള്ള അവഗണന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് സഭാമുഖപത്രത്തിൽ ലേഖനം. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാത്തത് അനീതിയെന്നും വിമർശനം. റിപ്പോർട്ടിന്മേലുള്ള നടപടികൾ അവലോകനം ചെയ്ത മുഖ്യമന്ത്രി. KSRTC ഗുഡ്വിൽ അംബാസിഡറാകാൻ മോഹൻലാൽ. പണം വാങ്ങാതെ പ്രവർത്തിക്കാമെന്ന് ലാൽ നേരിട്ട് അറിയിച്ചെന്ന് മന്ത്രി. ഒറ്റ ദിവസം കൊണ്ട് KSRTCക്ക് റെക്കോർഡ് വരുമാനം. ഇന്നലെ മാത്രം കളക്ട് ചെയ്തത് 12 കോടി. പരാമർശങ്ങൾ വിവാദമായപ്പോൾ മാധ്യമങ്ങളെ പഴിച്ച ശ്രീലേഖ. മാധ്യമപ്രവർത്തകർ കുത്തിത്തിരിപ്പ് നടത്തുന്നുവെന്ന് BJP കൗൺസിലർ. പ്രതികരണം BJPക്കുള്ളിൽ അസംതൃപ്തി രൂക്ഷമാകുന്നതിനിടെ. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം തുടരുന്നു. 24 മണിക്കൂറിനിടെ കൊലപ്പെടുത്തിയത് 2 ഹിന്ദു യുവാക്കളെ. 40-കാരിയായ ഹിന്ദു യുവതി കൂട്ടബലാത്സംഗത്തിനിരയായി. ഉള്ളൂർ ക്ഷേത്രത്തിൽ ആനയെ മർദ്ദിച്ച പാപ്പാനെതിരെ കേസ്. വനം വകുപ്പ് കേസെടുത്തത് നാട്ടാന പരിപാലന ചട്ടപ്രകാരം. കാർത്തികേയനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത് ഇന്നലെ. പാപ്പാൻ വിഷ്ണു ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളും പുറത്ത്.